ഹലോ ഫ്രണ്ട്സ്, സാൻഡ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. കുട്ടികളില്ല. വിവാഹം കഴിഞ്ഞപ്പോഴുള്ള ആവേശമൊന്നും ഇപ്പോൾ ഭർത്താവിനില്ല. ആളിന് ഷോപ്പിലെ കച്ചവടവും കണക്കുമെല്ലാമാണ് പ്രധാനം. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ പയ്യനാണ് സോജോ. ഡിഗ്രി പഠനം കഴിഞ്ഞു. കാണാനും നല്ലതാണ്. സോജോ ഇടയ്ക്കെല്ലാം എന്നെ നോക്കി വെള്ളമിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും അതൊരു രസമായിരുന്നു. പതിവ് പോലെ രാവിലെ എണീറ്റ ഭർത്താവ്, റിനി ഒരു ചായ താ, എനിക്കിന്ന് നേരത്തെ കടയിൽ പോകണം. ഇപ്പോൾ തരാം. പിന്നെ ആ ബാത്റൂമിലെ പൈപ്പിൽ വെള്ളം വരുന്നില്ല, ആരെയെങ്കിലും വിളിച്ച് നോക്കിക്കണേ. എടി, എനിക്ക് ഇന്ന് കടയിൽ സ്റ്റോക്ക് വരും, നീ ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിച്ചോ. അപ്പുറത്തെ വീട്ടിലെ സോജുവിനെ വിളിക്കാം. അവനാ അവരുടെ വീട്ടിലെ ചെറിയ പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യുന്നതെന്ന് അവൻ്റെ അമ്മ പറഞ്ഞായിരുന്നു. എന്നാൽ നീ അവനെ വിളിക്കേ. അങ്ങനെ അവനെ വിളിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വന്നു. ഭർത്താവ് അവനോട്, ആ സോജോ, ഇത്ര പെട്ടെന്ന് വന്നു? വേറെ പണിയൊന്നുമില്ല. അവിടെയാ ബാത്റൂം, ഞാൻ കടയിൽ പോവാം. നിനക്ക് വല്ല സഹായം വേണമെങ്കിൽ റിനിയോട് പറഞ്ഞാൽ മതി. ശരി ചേട്ടാ. ഞാനൊരു നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത്. നൈറ്റിയുടെ അടിയിൽ ഞാൻ ബ്രാ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചി, എവിടെ പൈപ്പ്? എന്താ പ്രശ്നം? ബാത്റൂമിലാണ്. അതിന് 3 അടുക്കളയിൽ ബേസിനെ വെള്ളം പോകുന്നത് കുറേശ്ശെയാണ്. അതൊന്ന് നോക്കണം. ആ, എന്നാൽ അത് നോക്കാം. അടുക്കളയിലെത്തി. അവൻ സ്ലാബിൻ്റെ നടിയിലേക്ക് കിടന്നു പൈപ്പ് നോക്കി. ഞാനപ്പോൾ അവൻ്റെ അടുത്ത് നിന്നു. നെയ്റ്റ് ഞാൻ മുണ്ടുപോലെ ഒന്ന് കുത്തിയാണ് നിന്നത്. എൻ്റെ മുട്ട് വരെ അതിന് ഇറക്കമുള്ളൂ. അടിയിൽ കിടക്കുന്നു. അവന് ഇപ്പോൾ എൻ്റെ എല്ലാം നല്ലോണം കാണാമെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് അവൻ ബേസിൻ്റെ അടിയിൽ നിന്ന് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് വരുന്നത് കാണാം. ചേച്ചി, ആ പൈപ്പ് ഒന്ന് തുറന്നേ. ഞാനൊന്ന് സ്ലാബിൽ ചാരി കുറച്ച് കുനിഞ്ഞു നിന്ന് ടാപ്പ് തുറന്നു. എന്താ, ബ്ലോക്ക് കണ്ടോ? ഇല്ല, ശരിക്ക് കാണാനില്ല, നല്ല ഇരുട്ട്. അത് ഞാൻ നിൽക്കുന്നത് കൊണ്ടാ. ഞാനൊന്നുകൂടി കാല് അകത്തി വെച്ച് കൊടുത്തു. ഇപ്പോൾ നോക്കിക്കേ. യെസ്. എന്താണെടാ? ഒന്നുമില്ല ചേച്ചി. ഇപ്പോൾ കണ്ടില്ലേ? ആ, നല്ലോണം കാണാനുണ്ട്. അറ്റം വരെ കാണാനുണ്ടോ? ആ, നല്ലോണം കാണാനുണ്ട്. എന്താ അവിടെ ബ്ലോക്ക്? ഇല്ല ചേച്ചി, നല്ല ക്ലീനാണ്. അപ്പോൾ എന്താ വെള്ളം പോകാൻ കുറച്ച് ബുദ്ധിമുട്ട്? അതിനൊന്നുകൂടി നോക്കണം. എടാ ചെക്ക, നിനക്ക് പണി വല്ലതും അറിയോ, അതോ വെറുതെ ആണോ? എനിക്കറിയാം ചേച്ചി, പിന്നെ എക്സ്പീരിയൻസ് ഇല്ല, അതിൻ്റെ കുറവുണ്ട്. ആഹാ, ആദ്യമായാണ് പുറത്ത് ഇങ്ങനെയുള്ള പണിക്കൊക്കെ പോണത് അല്ലേ? ഇനിയിപ്പോൾ ചേച്ചി വിളിച്ചാൽ മതി, ഞാൻ വന്ന് പണിതോളാം. ആദ്യം ചെയ്യുന്നത് ശരിയായാൽ നോക്ക്, ശരിയാക്കാൻ നോക്ക്, എന്നിട്ട് ആലോചിക്കാം. ആ, ഇനി വെള്ളം ഒഴിച്ച് നോക്കിക്കേ. ഞാൻ ടാപ്പ് ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ വെള്ളം ശരിക്ക് പോകുന്നത് കണ്ടു. ആ, ശരിയായി മോനെ. അവൻ സ്ലാബിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അവൻ്റെ മുണ്ടിൻ്റെ മുന്നിൽ ഒരു മുഴ ഞാൻ കണ്ടു. അവൻ എൻ്റെ നൈറ്റിയിൽ പുറത്ത് കാണുന്ന ബാക്കിൽ നല്ലവണ്ണം നോക്കി നിൽക്കുകയാണ്. ആ, ഇനി ബാത്റൂമിലാണുള്ളത്. എന്നാൽ അവിടെ പോവാം. ഞാൻ നടന്നു തുടങ്ങിയപ്പോൾ അവൻ പിറകെ നടന്നു. മുണ്ടുപോലെ മടക്കി കുത്തിയ നേച്ചയുടെ പിറകിൽ ആടിക്കളിക്കുന്നത് അവൻ നോക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ നോട്ടം മാറ്റി. ഞാൻ ബാത്റൂമിൽ കയറി. അവൻ ഓരോ കംപ്ലൈൻറ്റ് എന്താണ് എന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ബാത്റൂം വാതിലിൽ പിടിച്ച് ഉള്ളിലേക്ക് നോക്കിയെന്നു. അപ്പോഴും എൻ്റെ കാലിൻ്റെ ഭാഗം അവന് കാണാം. ഇരുന്നിട്ട് അവൻ എൻ്റെ തുടയിലേക്ക് നോക്കി, പിന്നെ എൻ്റെ മുഖത്ത് നോക്കി. എന്താ? ചേച്ചി, എൻ്റെ ബാഗിൽ ഒരു ചെറിയ പൈപ്പുണ്ട്, അതൊന്ന് എടുത്തു തരൂ. അത് നീ തന്നെ എടുത്തോ, എനിക്കറിയില്ല ഏത് പൈപ്പാണെന്ന്. എന്നാൽ ഞാൻ തന്നെ എടുക്കാം. അവൻ പൈപ്പ് എടുത്ത് ചിരിച്ചു വന്നു. പൈപ്പ് കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞ് അവൻ എന്നെ നോക്കി. ചേച്ചി, ഈ പൈപ്പ് ഒന്ന് പിടിച്ചോ. ആ, ഞാൻ കുഞ്ഞു നിന്ന് അവന് പറഞ്ഞ പൈപ്പ് അമർത്തി പിടിച്ചു. ബ്രായുടെ ഉള്ളിൽ എൻ്റെ കളിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഒന്ന് ഇടകണ്ണിട്ട് അവനെ നോക്കിയപ്പോൾ അവൻ്റെ നോട്ടം അവിടെ തന്നെയാണെന്ന് മനസ്സിലായി. എടാ, ഇതിൻ്റെ ടാപ്പ് കംപ്ലൈൻ്റ് ആണോ? അല്ല. വെള്ളം പോകുന്ന തടസ്സമുള്ളത് കൊണ്ടാണ്? അല്ല. ഇത് എവിടേക്കാണ് ഒഴുകി പോകുന്നത്? അപ്പുറത്തെ ഒരു ചാല് കയറിയിട്ടുണ്ട്. വലിയ ചാലാണോ ചേച്ചി? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതേ, ഞാൻ ശരിക്കും മുഴുവനായി കണ്ടില്ല. കാണണമെന്ന് നീ ചോദിച്ചില്ലല്ലോ. അതൊക്കെ ചോദിക്കണോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ കാണിച്ചു തന്നൂടെ? എന്നാൽ പുറത്ത് പോയി കാണാം. തൽക്കാലം വേണ്ട, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ചേച്ചി ഇവിടെ ഇരുന്നു. കുഞ്ഞിന്ന് മെനക്കിടേണ്ട.
ഞാൻ നൈറ്റി ഒന്നുകൂടി കയറ്റി കുത്തി അവൻ്റെ മുന്നിൽ ഇരുന്നു. അപ്പോഴാണ് ഞാൻ അവൻ്റെ കണ്ടത്. പൈപ്പ് നല്ല ബലമുണ്ടല്ലോ. കയ്യിലെ പൈപ്പ് അവനെ കാണിച്ച് ഒന്ന് പാളി നോക്കി പറഞ്ഞു, കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇത് മുന്നേ ഉപയോഗിച്ചതാണോ? അയ്യോ ഇല്ല ചേച്ചി, എന്തെങ്കിലും ഉപയോഗം വരുമെന്ന് കരുതിക്കൊണ്ട് നടക്കുന്നതാ. അത് ഏതായാലും നന്നായി. ചേച്ചിക്കായതുകൊണ്ട് നല്ല ബലത്തിലുള്ളത് കൊണ്ട് വന്നതാ. ബലമൊക്കെ കൊള്ളാം, പക്ഷെ പെട്ടെന്ന് വെള്ളം വരുമോ? എന്താ ചേച്ചി? അല്ല, പൈപ്പ് തിരിച്ചാൽ പെട്ടെന്ന് വെള്ളം വരുമോ എന്ന്. ആദ്യമായി ആവുമ്പോൾ ചിലപ്പോൾ വരും, സ്ഥിരമാകുമ്പോഴൊക്കെ ഓക്കെ ആവും. അങ്ങനെയാണോ? ചേച്ചി ഇത് ഈ ഹോട്ടലിൽ കയറുമോ? അവിടെയുള്ള ഹോളിൽ അവൻ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അപ്പോൾ ഒന്നുകൂടി നല്ലവണ്ണം അകത്തിയിരുന്നു. ഇതൊക്കെ കയറും. മുന്നേ പൈപ്പ് ഇവിടെ തന്നെ അല്ലായിരുന്നു. ആണോ? അപ്പോൾ ആരാ ചെയ്തു തന്നത്? അതെൻ്റെ കെട്ടിയോൻ. കഴിഞ്ഞു ചേച്ചി. ഇനി ഒന്ന് ഫ്ലഷ് അടിച്ച് നോക്കിക്കേ. നീ ഒന്ന് പുറത്ത് നിൽക്കേ, എനിക്ക് ഒന്ന് മുള്ളണം, എന്നിട്ട് ഫ്ലഷ് അടിച്ച് നോക്കാം. ശരി ചേച്ചി. ഞാൻ വാതിൽ അമർത്തി അടിക്കാതെ കുറച്ച് തുറന്നിട്ട് അവന് കാണുന്ന വിധത്തിൽ നിന്ന് മുള്ളാൻ തുടങ്ങി. അവനത് ശരിക്ക് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഫ്ലഷ് അടിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്നതിനിടയിൽ അവൻ പതിയെ വാതിലിൻ്റെ ഇടയിലൂടെ നോക്കുന്നത് ഞാൻ കണ്ടു. കണ്ടതും അവനെ കാണത്തക്ക വിധം ഞാൻ നന്നായി ഒന്ന് നിന്നു കൊടുത്തു. അപ്പോഴും അവൻ വാതിലിലൂടെ നോക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഫ്ലഷ് അടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. നീ എന്തായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? ഞാനൊന്നും നോക്കിയില്ല ചേച്ചി. ചേച്ചിക്ക് തോന്നിയതാകും. അല്ലല്ലോ മോനെ, എനിക്കങ്ങനെ തോന്നാറില്ലല്ലോ. നീ എന്തോ നോക്കുന്നുണ്ടല്ലോ. അല്ല ചേച്ചി, ചേച്ചിയും ചേച്ചിൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്തിനെ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. ചേച്ചിയുടെ മുഖം എപ്പോഴും ഒരു സങ്കടത്തിലാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. എന്തു പറയാനാ? ആദ്യമെല്ലാം ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ സ്നേഹം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഭർത്താവ് എന്നെ ശരിക്കും ഒന്ന് ഗൗനിക്കണ പോലുമില്ല. എന്നാൽ ചേച്ചിക്ക് വേറെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൂടെ? എൻ്റെ വീട്ടിൽ പോയാൽ എന്താ? അവിടെ പോയാൽ കുറേ പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് അമ്മ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വിടും. പിന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും കിട്ടേണ്ട ഒരു സുഖത്തിന്. അതിനു വേണ്ടി ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണോ? അങ്ങനെ തന്നെ. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ എന്നും പറഞ്ഞ് അവനവിടെ നിർത്തി. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി സ്റ്റോറി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കഥ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.